പറയുക, വെക്കേഷനാണ്, പഠിച്ച് പൊളിച്ച് കളിക്കാം, മൊബൈലൊക്കെ മാറ്റി വയ്ക്കുക, ഇങ്ങനെയുള്ള കളികളിൽ ഏർപ്പെടുക. ഇതാണ് മേടാസ് കളി. അവിടെ നിന്ന് 1 2 3 4, ഇത് 5-ാമത്തെ കളിയിൽ ക്രോസ് ചെയ്ത് വരയ്ക്കാം. ഇതാണ് പണ്ടത്തെ ഒരു നൊസ്റ്റാൾജിക് മേടാസ് കളി. ഇത് കളിക്കാനായിട്ട് 8 കള്ളികൾ ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ വരയ്ക്കുക, റെക്റ്റാങ്കിൾ ഷേപ്പിൽ വരയ്ക്കുക. അതിലിവിടെ 1 2 3 4. ഇനി ഇതാണ് 5-ാമത്തെ കള്ളി. 5-ാമത്തെ കള്ളി നമുക്ക് നിൽക്കാനുള്ളതാണ്. നമുക്കവിടെ നിൽക്കാം, റെസ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കാം. 6 7 8, അങ്ങനെ 8 കള്ളികളാണ് ഇവിടെ വേണ്ടത്. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇട്ടോ. നമ്മളിപ്പോൾ അതാ കരു ഇട്ടു. ഇനി ആ കരു ഇട്ട് കഴിഞ്ഞാൽ അതെടുത്തു ഒറ്റക്കാലിൽ ഞൊണ്ടി പോകണം. കൈവെള്ളയിൽ നിവർത്തി വേണം പിടിക്കാനായിട്ട്. ഈ കള്ളിയിൽ വരുമ്പോൾ നമുക്കിവിടെ റെസ്റ്റ് ചെയ്യാം. ഈ 2-ാമത്തെ കള്ളിയിലേക്ക് വീക്കണം. അവിടെ നിന്ന് ചാടി ഞൊണ്ടി സ്റ്റാർട്ട് ചെയ്യുക. 2-ാമത്തെ കള്ളിയിൽ നിന്ന് കരു എടുക്കുക, ഉള്ളം കയ്യിൽ പിടിക്കുക. ഇവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാം. ഓക്കെ, വീണ്ടും ചാടി പോവുക. അവസാനിച്ചു. ഇനി വീണ്ടും 3-ാമത്തെ കള്ളിയിലേക്ക് സൂക്ഷിച്ച് വീക്കുക, കാരണം അകലെ നിന്നാണ് വീക്കുന്നത്. ഓക്കെ, വരയിൽ തൊട്ടിട്ടില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ചാടി വരിക, എന്നിട്ട് കരി എടുക്കുക, ഉള്ളം കയ്യിൽ പിടിക്കുക. ഉള്ളം കയ്യിൽ പിടിക്കുക, ചാടി റെസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ഈ ഒരു സെക്ഷൻ മുഴുവനായിട്ട് ഈ 7 കള്ളികളിലും ചാടി എത്തിയതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു കള്ളിയുടെ ഒരു സെക്ഷൻ അവസാനിക്കാം. ഇനി 4-ാമത്തെ കളത്തിലേക്കാണ് വീക്കാനായിട്ട് പോകുന്നത് കാത്തു. ഓക്കെ, യെസ്. ഓ, ലക്കാണ് കേട്ടോ. വരയുടെ തൊട്ട് അപ്പുറത്തും വരയുടെ തൊട്ട് ഇപ്പുറത്തും. ശരി, ഇതാണ് പണ്ടത്തെ മേടാസ് കളി. ഇനി വീണ്ടും ഇപ്പോൾ ഈ 4 കോളംസ് കഴിഞ്ഞു. ഇനി ഇവിടെ നമുക്ക് റെസ്റ്റിംഗ് ആണ്. ഇതിലേക്കാണ് വീക്കേണ്ടത്. അവിടെ നിന്ന് 3-ാമത്തേലേക്ക്. ഓക്കെ, അത് ഉള്ളിലാണ്. അവിടെ നിന്ന് തന്നെ ചാടി വരിക, ഇവിടെ നിൽക്കുക, ഇവിടെ നിന്ന് ചാടിയിട്ട് സാധാരണ പോലെ പോരെ. ഇനി അവിടെ നിന്ന് 2-ാമത്തെ അവിടെ നിൽക്കുക. ആ നിന്ന പൊസിഷനിൽ തന്നെ നിന്നിട്ട് വേണം നമ്മൾ വീക്കാനായിട്ട്. വീണ്ടും ചാടുക. കൈ കുത്തി കഴിഞ്ഞാൽ ഔട്ടാവും. ഇതിപ്പോൾ വേറെ ആളുള്ള സമയത്ത് അങ്ങനെ കളി കഴിയുമ്പോൾ അടുത്ത ആളുടെ ഊഴാണ്. ഒരാൾക്ക് ആ കള്ളിയിലേക്ക് വീക്കാനായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിലും ആളുടെ ഊഴം മാറും. ഇനി 2-ാമത്തെ റൗണ്ടിലേക്ക് കടക്കുകയാണ്. ഇതുപോലെ തന്നെ 1-ാമത്തെ കള്ളിയിൽ നമ്മൾ ഇട്ടു. ഇനി ആ ചില്ലെടുത്തിട്ട് പുറം അടിയിലാണ് നമ്മൾ വയ്ക്കുന്നത്, പുറം കയ്യിൽ. വരയമ്മ ചവിട്ടാൻ പാടില്ല ഇതുപോലെ ചാടുന്ന സമയത്ത്. അതുപോലെ ചില്ല് കയ്യിൽ നിന്നും തെറിച്ച് പോകാനും പാടില്ല. അടുത്തത് 2-ാമത്തെ കള്ളിയിലേക്ക് വീക്കുക. ഇത് നല്ല മണ്ണാണ് കേട്ടോ, അത് കാരണം ചാടി കളിക്കാനൊക്കെ സുഖമാണ്. ഇതൊരു സന്ധ്യ നേരമാണ്. ഓക്കെ കാത്തു, വേഗം. ഓക്കെ, 3-ാമത്തെ എടുത്തു, പുറം കയ്യിൽ വെച്ചു.
ഓക്കെ, കാത്തു ഇത്തിരി നേരം റെസ്റ്റ് എടുത്തു, ചാടി കടന്നെത്തി. ഓക്കെ, ഇനി 4-മത്തേലേക്ക് വീക്കുക. വാവ്, വെരി ഗുഡ്. കാത്തുവിൻ്റെ ഉന്നം പിഴക്കില്ല. കാത്തു ഒരു സ്പോർട്സ് ഗേളാണ് അല്ലേ കാത്തുവാ? 50 മീറ്ററോ ഏതൊക്കെയാ ഓട്ട മത്സരത്തിന് കിട്ടിയ? പണ്ടൊക്കെ മേഡാസ് കളിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ചില്ല് ഞങ്ങൾ എടുത്തു വയ്ക്കും. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് കളിക്കുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പിന്നെ മേഡാസ് കളി തന്നെ എന്താണെന്നുള്ളത് അറിയില്ലല്ലോ. ഓക്കെ, അടുത്ത കള്ളിയിലേക്ക് വീക്കി. അവിടെ നിന്ന് 2-മത്തെ കള്ളിയിൽ, ലാസ്റ്റത്തെ തന്നെ മുമ്പത്തെ കള്ളിയിൽ വീക്കി. രണ്ടാമത്തെ റൗണ്ട് അവസാനിച്ചില്ലേ കാത്തുക? ക്ഷീണിച്ചാ? ഇല്ല. ഓക്കെ, ഇനി എന്താ? ഇനി അടുത്ത സ്റ്റേജിൽ എങ്ങനെ കളിക്കണ്ടേ? ഇനി നമ്മുടെ ഇനി ഇതുപോലെ തന്നെ 1-മത്തെ കള്ളിയിൽ ഇടണം. ചില്ലെടുത്തിട്ട് ഇതുപോലെ പിടിച്ച് ഇതിൻ്റെ ഉള്ളിൽ, ഈ കൈയുടെ ഉള്ളിലാണ് നമ്മൾ ചില്ല് വെക്കേണ്ടത്. ഇതേപോലെ തന്നെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ. ചില്ല് ഉള്ളിൽ പിടിക്കാൻ പാടില്ല. കൈ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് വേണം അത് പിടിക്കാനായിട്ട്. അങ്ങനെ 3-മത്തെ സ്റ്റേജും നമ്മുടെ കംപ്ലീറ്റ് ആയി. ഇനി അടുത്തതാണ് മേഡാസ്. എൻ്റെ പുത്രിയൊക്കെ മുകളിൽ നിന്ന് താഴേക്ക് കയറുക ഇറങ്ങുക. ഇത് തന്നെ പണി. അവരിതാ വരുന്നു കേട്ടോ. അവരിടയ്ക്കിടയ്ക്ക് കളിക്കാൻ വരുന്നതാണ്. അപ്പോൾ ചേച്ചിയുടെ വീഡിയോ പിടിക്കുന്ന കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുക. ഇനി അടുത്തത് 4-മത്തെ സ്റ്റേജ്. 4-മത്തെ സ്റ്റെപ്പിൽ നമ്മൾ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളുടെ മേഡാസിൻ്റെ ചില്ലെടുത്തിട്ട് തലയിൽ വെക്കണം. തലയിൽ വെച്ചിട്ട് മേഡാസ് വരെയാണോ എന്ന് ചോദിച്ചിട്ട് ഓരോ സ്റ്റെപ്പ് വെച്ചിട്ട് നടന്നു പോവാം. ഓക്കെ, കാത്തു സ്റ്റാർട്ട്. വേവാ, ലൈറ്റ് പോ, വേഗം. അല്ല അല്ല അതെ, സ്പീഡ്. അല്ല 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 അല്ല, അതിൽ നമ്മുടെ റെസ്റ്റിംഗ് ആണ്. ഓക്കെ, പോ. അല്ല അല്ല അല്ല. ഓക്കെ, ഇനി കണ്ണുമ്മ ചില്ല് വയ്ക്കണം. കണ്ണുമ്മ ചില്ല് വയ്ക്കുമ്പോൾ ഒട്ടും നോക്കാൻ പറ്റില്ല. അല്ല അല്ല അല്ല. ഇതൊക്കെ പണ്ട് ഞങ്ങളൊക്കെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ കളിച്ചിരുന്നേ. അയാൾക്ക് മാത്രം നിക്കാം, ബാക്കി എല്ലാവർക്കും വീണ്ടും നടക്കാം. ഇട്ടായി തുടങ്ങി, എന്നാലും സാരില്ല, നമുക്കത് അവസാനിപ്പിക്കാം. ഇനി മേഡാസ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ഫൈനലി ഇതുപോലെ മേഡാസിൻ്റെ ചില്ലെടുത്ത് തലയിൽ വെക്കുക. തലയിൽ വെച്ചിട്ട് നമ്മൾ ആ ചില്ല് അവിടെ അതേ പൊസിഷനിൽ തന്നെ നിന്നിട്ട് ഏതെങ്കിലും ഒരു കളത്തെ ലക്ഷ്യമാക്കി വീക്കുക. ഇരുട്ടായി കാത്തോ, വേഗം ആണ് നമ്മൾ കളിക്കാൻ പോണത്. ചില്ലെടുത്ത് തലയിൽ വെക്കുക. വീക്കണം, കൈ തൊടാൻ പാടില്ല. ഓക്കെ, അങ്ങനെ കാത്തു 2-മത്തെ കള്ളി സ്വന്തമാക്കി. ഇനി കാത്തുവിന് അതിൽ നമുക്ക് ഇൻഡു മാർക്ക് ചെയ്യാം. അവിടെ എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഇനി ഇതുപോലെ കാത്തു കളിക്കുമ്പോൾ കാത്തുവിന് മാത്രം ആ കള്ളിയിൽ നിൽക്കാം. ഇപ്പം ഈ സ്റ്റെപ്പിൽ നമ്മളിവിടെ 4-മത്തെ കഴിഞ്ഞ് 5-മത്തെ കള്ളിയിൽ വന്നപ്പോൾ നിന്നില്ലേ കാത്തു? അതേപോലെ കാത്തുവിന് മാത്രം കാത്തുവിൻ്റെ കള്ളിയിൽ നിൽക്കാം, റെസ്റ്റ് എടുക്കാൻ നിൽക്കാം. ബാക്കി എല്ലാവർക്കും നിൽക്കാൻ പറ്റില്ല കേട്ടോ.
അവിടെയും നിക്കാം, അവിടെ എല്ലാവർക്കും നിക്കാം. ഓയ് ആ ഇനി പൂമ്പാറ്റയ്ക്ക് കൊടുത്തേടി, ചില്ലി പൂമ്പാറ്റയ്ക്ക് കൊടുത്തേ. ആ പൂമ്പാറ്റ അവിടെ നിന്ന് കളിക്കാം, അവിടെ നിന്ന്. ആ കളിയല്ല, ഇനി പൂമ്പാറ്റയുടെ കളി പറ. ആ പൂമ്പാറ്റ അവിടെ നിന്ന് ചാടി, അവിടെ നിന്ന് ചാടി, ഇവിടേക്ക് ചാടി. വരയുമ്പോൾ ചവിട്ടാൻ പാടില്ലടാ പൂമ്പാറ്റ. കണ്ട നിഴല് കണ്ട. പിന്നെ എൻ്റെ പൊന്നേ. ഓക്കെ വെരി ഗുഡ്. ചാടി വന്നേ പൂമ്പാറ്റ. അവിടെ നിന്ന് ചാടി പുറത്തുനിന്ന് ചാടി വാ. കാത്തു ചേച്ചി വന്ന പോലെ ഇങ്ങനെ. ഞൊണ്ടി വന്നേ.